മുലപ്പാൽ കുടിച്ചിട്ടുണ്ട്. ഏതുമ്മാന്റെ? ചെലോല് പറയും ഹലീമ ബീവിന്റെ. ഹലീമ ബീവിന്റെ മുലപ്പാല് ഹംസത്തുൽ കറാർ തങ്ങൾ കുടിച്ചിട്ടില്ല. രണ്ടാളും ഒരുമ്മാന്റെ മുലപ്പാല് കുടിച്ച വകയിൽ അവര് മുലകുടി ബന്ധത്തിൽ സഹോദരന്മാരാണ്. അളാപ്പി മോനുമാണ്, അതിന്റെ പുറമെ ഇതുമാണ്. ഏതുമ്മാന്റെ മുലപ്പാല കുടിച്ചത്? പറഞ്ഞോളി. പടച്ചോന് കഴിഞ്ഞല്ല ഞാൻ പറഞ്ഞാണ്. ഒറ്റ കുട്ടിക്ക് ഓർമ്മയില്ല. എല്ലാത്തിന്റെ കമ്പ്യൂട്ടറിലെ വൈറസ് കയറിപ്പോയി. അല്ലാഹു തആല വൈറസ് ഇല്ലാത്ത കമ്പ്യൂട്ടർ ആക്കി തരണേ അല്ലാഹ്. ഏതുമ്മാന്റെ മുലപ്പാല ഉസ്താദെ കുടിച്ചത്? സുവൈബത്തുൽ അസ്ലമിയ്യ. കഴിഞ്ഞല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. അല്ലാഹു അതിപ്പോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വയസ്സനായിക്കാണ് മുൻകൂട്ടി പറഞ്ഞില്ലേ. സുവൈബത്തുൽ അസ്ലമിയ്യ എന്ന് പറയുന്ന ബീവിന്റെ മുലപ്പാല് രണ്ടാളും കുടിച്ചിട്ടുണ്ട്. ആ ഹംസത്തുൽ കറാർ തങ്ങളോട് പറഞ്ഞു, ഈ ശത്രുവിനിക്ക് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ബംബുറ്റ ഹംസ റളിയല്ലാഹു ചാടിറ്റമ്പി അസ്വദി മാറടാ ബള്ളൽ നബി മഹമൂദൽ ഹൗദിന്ന് വെള്ളം കുടിക്കും നോനാരടാ ബംബർ ഷഫീഉള്ള കാവൽ ബൈത്തുള്ള സംഭാരമിൽ വന്ന് കോരടാ ഖൈറുൽ വറ നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ ബമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന് ബിലത്തോടെ വെള്ളം കുടിച്ചാട്ടെ. അത് മോയിൻകുട്ടി വൈദ്യരെ ബദർപാട്ടിൽ ഉള്ളതല്ല. ഈ യൂട്യൂബിലൂടെ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ കേട്ടോട്ടെ. മുമ്പ് ഞാൻ 1996 കോഴിക്കോട് വെച്ചൊരു മത്സരം ഉണ്ടായി. അതിലൊരു കുട്ടി പാടുക, മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർപടപ്പാട്ടിൽ 4 വരി ഞാൻ പാടട്ടെ എന്ന് പറഞ്ഞ് ഇപ്പാട്ടാ പാടിയത്. ഇത് മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടല്ല. അപ്പൊ അത് ആർക്കറിയില്ല? ഈ കുട്ടിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ചില സംഗതി ബാക്കിലേക്ക് കേൾക്കൂല. ഞങ്ങൾ തൽക്കാലം പൊരുത്തപ്പെടില്ലാതെ വേറെ മാർഗമില്ല. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? അത് മോയിൻകുട്ടി വൈദ്യരെ പാട്ടല്ല, പൊന്നാനിക്കാരനൊരു മൊല്ലാക്കുണ്ടാക്കിയ പാട്ടാണത്. 10-60 കൊല്ലം മുമ്പ് പൊന്നാനിലൊക്കെ നല്ല പാട്ടുകാരുണ്ടായിരുന്നു. താനൂര് മച്ചിങ്ങലകത്ത് കുഞ്ഞായമത് മൊല്ലാക്കുണ്ടായിരുന്നു. ആ താനൂരിന്റെ അടുത്തുണ്ട് ഒരു സ്ഥലം. ഏത് സ്ഥലം? താനാളൂര്. ഏത് പഞ്ചായത്താ താനാളൂര്? അതെ, ആ മീനടത്തൂര് ഭാഗത്ത് ആരുണ്ടായിരുന്നു? ആരുണ്ടായത്? ഖൈബർ പാട്ട് കെട്ടിയ കവി ആ നാട്ടുകാരനാണ്. ഏത് നാട്ടുകാരൻ? താനാളൂരിന്റെ കുറച്ചങ്ങട്ട് തെക്ക് ഭാഗത്തുള്ള നാട്ടുകാരനാണ്. അപ്പൊ സഹോദരന്മാരെ, വലിയ വലിയ കവികൾ നമ്മളെ നാട്ടുമ്പുറത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല കവികൾ. കട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ പെട്ട മുറഹിബ് തൻ വെട്ടിനന്ന് തടുത്തതോർത്താൽ ആരും പുകഴും തങ്കമേ അടൽ ചിങ്കമേ ആരും പുകഴും തങ്കമേ. അപ്പൊ ആ പാട്ട് മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടല്ല. ഇതിന്റെ മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട് ഏതാണ്? ആന പോദസതുൽ ഇല ഹരി ഹംസ ചാടി അടുത്തുടൻ ആരട ശുജഅത്തുരത്തമൈ ഹൗദിൽ നിണ്ട് കുടിപ്പവൻ ജ്ഞാനമൂറ്റ നബിയുന അമർയണ്ടി ഹൗദൊടടുപ്പതാർ ഞാനിരിക്കവ ജിന്നും ഇൻസിലും നാങ്കിതിക്കിലുമില്ല പേർ. ഹംസത്തുൽ കറാർ തങ്ങൾ ഓനെ വെല്ലുവിളിച്ചു. കുറെ നേരം യുദ്ധം ചെയ്ത് അവസാനം ഹംസത്തുൽ കറാർ തങ്ങൾ കള്ള കൊടുത്ത കറാമത്തിന്റെ ബറക്കത്ത് കൊണ്ട് അസ്വദ് ബിൻ അബ്ദുൽ ഉസ്സ അൽ മഖ്സൂമി, ഉസ്താദെ മഖ്സൂമിയാണ് അവർ. ഖുറൈശിന്റെ ഒരു ഉപശാഖയാണത്. ഈ ഉപശാഖ ഉണ്ടാവും, ശാഖന്റെ ശാഖ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തയ്യിൽ നിറഞ്ഞ കുടുംബക്കാരുണ്ട്. തയ്യിൽ തറയിൽ വേറുണ്ട്. അസുരെല്ലാം ഒന്ന് തന്നെ. ഏതോ ഒരു മകൻ തയ്യിൽ തറയിൽ പറമ്പിൽ വന്ന് താമസിച്ചപ്പോൾ എന്തായി? അതിന്റെ പേരക്കുട്ടികളൊക്കെ തയ്യിൽ തറയിലായി. ആ തയ്യിൽ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി വന്നുകൊണ്ട് വലിയ മങ്ങാട്ട് പറമ്പിൽ പോയി താമസിച്ചു. അപ്പൊ അതിന്റെ പേരക്കുട്ടികളൊക്കെ എന്തായി? തയ്യിൽ വലിയ മങ്ങാട്ടായി. വേറെ ഒരാൾ വലിയ പുലാക്കൽ പോയി താമസിച്ചപ്പോൾ അതിന്റെ പേരക്കുട്ടികളൊക്കെ തയ്യിൽ വലിയ പുലാക്കലായി. അങ്ങനെ കുടുംബം ഉണ്ടായി. ശരിക്കുള്ള ഹക്ക് പറഞ്ഞാണ്. അതേമാതിരി ഖുറൈശിന്റെ ഒരു ശാഖയാണ്. ഏത് മഖ്സൂം.
മഖ്സൂമികൾ അള്ളാന്റെ റസൂലിന്റെ കഠിന ശത്രുക്കളാണ്. ഈ അസ്വദ് എന്ന് പറഞ്ഞ കുരുത്തം കെട്ടോണ്ടല്ലോ ഓൻ മഖ്സൂമിയ. അസ്വദ് ഇബ്നു അബ്ദുൽ ഉസ്സ അൽ മഖ്സൂമി. ഖുറൈശികൾ എല്ലാവരും ഒരു നിലവാരക്കാരാ? അല്ലല്ലോ. ഖുറൈശികൾ എല്ലാം ഒരു നിലവാരാണോ? അല്ലല്ലോ. ആണോ? നമ്മൾ പറയുമ്പോൾ വിഷയം മനസ്സിലാക്കണം. അള്ളാന്റെ റസൂലിന്റെ വാപ്പാര അബ്ദുള്ള എന്നവരാണ്, അവരെ വാപ്പാര അബ്ദുൽ മുത്തലിബ് എന്നവരാണ്, അവരെ വാപ്പാര ഹാഷിം എന്നവരാണ്, അവരെ വാപ്പാര അബ്ദുമനാഫ് എന്നവരാണ്. ഈ അബ്ദുമനാഫിന് എത്ര മക്കളാ കിതാബിലുള്ള ഞാൻ പറഞ്ഞത്? ഞാനത്ത് നോക്കിക്കോ മുതഅല്ലിമീങ്ങളെ. അബ്ദുമനാഫിന് എത്ര മക്കളാ? 4 ആമക്കളാ. ആരാ 4 ആമക്കള്? ഒന്ന് നൗഫൽ, ഒന്ന് അബ്ദു ഷംസ്, ഒന്ന് ഹാഷിം, ഒന്ന് മുത്തലിബ്. 4 മക്കൾക്ക് ഒരു നിലവാരാണോ? അല്ല. അബ്ദുമനാഫിന്റെ ഒരു മോനായ ഹാഷിം എന്ന മോന്റെ പരമ്പരയും അതുപോലെ അബ്ദുമനാഫ് എന്നവരുടെ വേറൊരു മോനായ ഹാഷിമിന്റെ മുത്തലിബിന്റെ 2 മക്കളെ പരമ്പര. അവരാരാണ്? ഫത്ഹുൽ മുഈനിൽ പറയുന്നത് അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ആലാണ്. ആര്? അബ്ദുമനാഫിന്റെ മോനായ നൗഫലിന്റെ ആരെ മക്കൾ പരമ്പര? ആരെ? മുത്തലിബിന്റെ ഹാഷിമിന്റെ മക്കൾ പരമ്പര അല്ലേ? അതെ. വേറെ 2 മക്കളുണ്ട്. ആര്? നൗഫല്, അബ്ദു ഷംസ്. അവരെ മക്കൾ പരമ്പര ആരാവോ? ആവൂല. റസൂലുള്ളാഹിന്റെ ആലല്ല അവര്. ഒക്കെ ഒരു ബാപ്പാന്റെ 4 മക്കളാ. എന്തുകൊണ്ട് ആലാകാത്തത്? ആ അബ്ദു ഷംസിന്റെ മക്കൾ പരമ്പരയിൽ പെട്ടവരും നൗഫൽ എന്ന ആ മകന്റെ പരമ്പരയിൽ പെട്ടവരും അള്ളാന്റെ റസൂലിനെ വല്ലാതെ ഇടങ്ങേറാക്കിയിട്ടുണ്ട്. ഈ ആനത്തു താലിബിന്റെ തുടക്കത്തിലുണ്ട് മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് അബ്ദുമനാഫിന്റെ 4 മക്കളും ഒരു ദറജല്ല. അതെ, ഹാഷിം എന്ന മകന്റെ പരമ്പരയും മുത്തലിബ് എന്ന മകന്റെ പരമ്പരയും അവരാരാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞ ആല് അവരാണ് എന്ന് മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ മഖ്സൂമിൽ പെട്ടതാണ് ആര്? അസ്വദ് ഇബ്നു അബ്ദുൽ ഉസ്സ അൽ മഖ്സൂമി. ഓനാ പറഞ്ഞേ ഞാൻ അസ്വദാനടാ. ഹംസത്തുൽ കറാർ തങ്ങളോട് പറഞ്ഞു ഞാൻ അസ്വദാനടാ എന്ന് പറഞ്ഞിട്ട് അവൻ പറയാണ് എന്ത്? ഞാനിതാ എന്റെ മുഖം കണ്ടാൽ ആനനം ദർശിക്കൽ ചിന്മനു അഞ്ചൽ പെട്ടിടുമസ്യദാം. അസ്വദ് എന്നൊരു നാമം ഒട്ടുമ മാലിം തശൂറദാം. ആനനം ദർശിക്കൽ ചിന്മനു അഞ്ചൽ പെട്ടിടുമസ്യദാം. അസ്വദ് എന്നൊരു നാമം ഒട്ടുമ മാലിം തശൂറദാം. ആനനം ദർശിക്കൽ എന്റെ മുഖം കണ്ടാൽ ജിൻമനു ജിന്നുകളൊക്കെ ഞെട്ടിവറക്കും, ശൈത്താന്മാര് ഞെട്ടിവറക്കും. അങ്ങനത്തെ ആളാണ് ഞാൻ, അസ്വദാണ്. അതുകൊണ്ട് വെറുതെ തടി കേടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഹംസത്തുൽ കറാറിനോട് വലിയ ബഡായി പറഞ്ഞു. അവസാനം എന്ത് ചെയ്ത്? ഹംസത്തുൽ കറാർ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെട്ട് കൊടുത്തൊരു വാളുണ്ട്. ആ വാള് കൊണ്ട് മേപ്പെട്ടൊരു ചാട്ടാണ്ട് ചാടിയിട്ട് മേലെ നിങ്ങളുടെ താഴത്ത് കണ്ട് വരണ വരവില് ഹംസത്തുൽ കറാർ ഈ കോലത്തിലാണ്ട് വെച്ചാണ്ട് കൊടുത്തു. ഓന്റെ മേത്താണ്ട് വെച്ചു കൊടുത്തു. ആരെ? അസ്വദിനിക്ക് ശരിക്ക് ആണ്ട് വെച്ചു കൊടുത്തപ്പോ വീണങ്കിരി പൊളിയായി. 2 കഷ്ണം. അവൻ താഴെ വീണതിന് ശേഷം 2 പൊളിയായി. ഇവിടെ നിന്ന് അങ്ങോട്ട് മേപ്പെട്ടൊരു കഷ്ണം, ഇവിടെ നിന്ന് അങ്ങോട്ട് കീപ്പെട്ടൊരു കഷ്ണം. ഓൻ നാട്ടിൽ പോയി. അസ്വദ് എവിടെ പോയി? കാലാകാലം താമസിക്കാനുള്ള നാട്ടിൽ പോയി. അല്ല, നാടിന്റെ നാട് തെന്നലല്ല, നിങ്ങളെ നാട്ടിൽക്കും അല്ല, ഒരു ഊരുക്കും അല്ല പോയത്, മണ്ണും ഊരിക്കാ പോയത്. ആ ഊരിക്കോൻ പോയി. അപ്പൊ അബൂജാഹിൽ പറഞ്ഞു ഇഞ്ഞ പാരാ വെള്ളം കൊണ്ടുവരാ. മൂപ്പർക്ക് എന്നിട്ട് പൂതി കെട്ടിട്ടില്ല. അവന്റെ കിബർ അവസാനിക്കണില്ല. അപ്പോഴാണ് 3 ശൈത്താന്മാര്. അതാരാ? ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി, ഉത്ബത്തിന്റെ മകൻ വലീദ് ലഅനത്തുല്ലാഹി അലൈഹി, ഉത്ബത്തിന്റെ അനുജൻ ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. അവര് 3 ആളും കൂടി ചാടി. 3 ശത്രുക്കളെ പേര് മറന്നങ്ങള്. ഒന്ന് ഉത്ബ, ഒന്ന് ഉത്ബത്തിന്റെ മോനായ വലീദ് ലഅനത്തുല്ലാഹി അലൈഹി. മനസ്സിലായ? ഒന്ന് ഉത്ബത്തിന്റെ അനുജനായ ശൈബത്ത്. 3 ആളുങ്ങട്ട് വന്നപ്പോ 3 സ്വഹാബികൾ അങ്ങോട്ട് ചാടി. ആ 3 സ്വഹാബികളെ പറ്റിയാണ് ഇവിടെ പാടുന്നത്. ഉര കേട്ടതാൽ തോളർ ഇട ചന്നിന്ന് വേഗം ഉളരി മൂണ്ടാൾ അൻസാരികൾ റജുൽകൾ അവർകൾ ഉചിതമോത്തവർ വനമകത്തുള്ള പുലികൾ കോത്തവരാം.
അവർകൾ ഉചിതമൊത്തവർ വനം അകത്തുള്ള പുലികൾക്കൊത്തവരാം. വനം അകത്തുള്ള പുലികൾക്കൊത്തവരാം. ആ കാട്ടിന്റെ ഉള്ളിലുള്ള പുലികളെ പോലെ, ഈറ്റപ്പുലികളെ പോലുള്ള 3 ഈറ്റപ്പുലികൾ. വനം അകത്തുള്ള, അത് പഴയ ഒരു മലയാളമാണ്. നമ്മൾ പറഞ്ഞ വനം അകത്തുള്ള എന്നല്ല, ഇത് അങ്ങനൊന്നുമില്ല. വനമകത്തുള്ള പുലികൾക്കൊത്തവരാം. അത് ലക്ഷദ്വീപിലെ മലയാളമാണ്. ലക്ഷദ്വീപിൽ എങ്ങനെയാ പറയാ? വടക്കള പള്ളി എന്നാ പറയാ. വടക്കേ ഭാഗത്തുള്ള പള്ളി എന്നല്ല, വടക്കുള്ള എന്നറിയില്ല. വടക്കള പള്ളി, തെക്കിള പള്ളി അങ്ങനെ പറയാം. തെക്കിള പള്ളി, വടക്കള പള്ളി. വടക്കള കുളിക്കര, തെക്കിള കുളിക്കര. ആ ഉസ്താദ് അവിടുത്തെ സ്പെഷ്യലിസ്റ്റാണ്, നമ്മളെ കരീം സഖാഫി ഉസ്താദ് അല്ലേ. കുളിക്കര എന്ന് പറഞ്ഞാൽ ഖബർ എന്നതിനർത്ഥം, തെക്ക് ഭാഗത്തുള്ള ഖബർസ്ഥാൻ. അവരുടെ ഭാഷയിൽ തെക്കള കുളിക്കര, വടക്കള കുളിക്കര എന്നാ പറയാം. അത്യാവശ്യം എല്ലാ ഭാഷയും പഠിച്ചെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഒരു മലപ്പുറം മലയാളം മാത്രം പഠിച്ചാൽ ഇപ്പോഴത്തെ കുട്ടിയൊക്കെയാണെങ്കിൽ ഒരു മലയാളം തിരിയില്ല. മോനെ എനിക്കറിയോ മറക്കിരിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? ആ കുട്ടിക്ക് അറിയില്ല. അറിയില്ലല്ലോ, ഇല്ല. അപ്പിടാൻ പോകുന്ന പറഞ്ഞാൽ അറിയോ? അതും അറിയില്ലേ? ഏത് വലിപ്പുറത്തുള്ളതാ റബ്ബേ? നേരം വെളുത്താവും മദ്രസയിലെ ഉസ്താദുമാർ കേൾക്കുന്ന ഒരു വാക്കാണ്, ഉസ്താദേ 7 മണിക്ക് അപ്പിടാൻ പോട്ടെ. അറിയില്ലേ? ആ അത് വെറുതെ അറിയില്ലെന്ന് വെറുതെ പറയാണ്. ഇപ്പൊ അറിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പിടാൻ പോകുമ്പോൾ മുട്ടുന്ന സമയത്ത് അറിഞ്ഞോളൂ ഇൻഷാ അല്ലാഹു തആല. അല്ലാഹ് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ വലത്തെ ഭാഗത്ത് ഇരുന്ന ആളാണ് യമീനം വശിമാരൻ. നിങ്ങൾ ഇക്കൊല്ലം അവിടെ തന്നെ ഇരിക്കും. അല്ലാഹു തആല നമുക്ക് എല്ലാം ഒരുമിച്ച് സ്വർഗ്ഗത്തേക്ക് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അലിയാർ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഉണ്ട് ജിബ്രീലും ബിയമീനിക അലിയാർ പേടിക്കണ്ട അലിയെ. ഖൈബറിലേക്ക് പോകുമ്പോ അലിയാരോട് പറഞ്ഞതാ എന്ത്? ഉണ്ട് ജിബ്രീലും ബിയമീനിക. വലത്തെ ഭാഗത്ത് ആരുണ്ട്? ജിബ്രീലുണ്ട്. ഇടത്തെ ഭാഗത്ത് മീകായിലുണ്ട്. പിന്നെന്ത് പേടി അങ്ങക്ക്? ആരോട്? അലിയാരോട്. ആര്? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അവരെ സഹായികൾ അവരൊക്കെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു 3 സഹാബത്ത് അങ്ങോട്ട് ചാടി. ആ 3 സഹാബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഉചിതമൊത്തവർ വനമകത്തുള്ള പുലികൾക്കൊത്തവരാം. അവരെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല. കേട്ടോളി. ഈറ്റപ്പുലിയായ മുഅവ്വിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. മുഅവ്വിദ് ഇബ്നു ഹാരിസ് പഠിച്ചു വെച്ചോ, ബദറിൽ ഷഹീദായ മഹാനാണ് ആര്? സയ്യിദുനാ മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. അവസാനം ബദറിന്റെ പടക്കളത്തില് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നുണ്ട്. ഔഫണ്ടവരപ്പളി അന്നം തന്നിൽ കഫീറിൽ കുത്തും തോയിൽ ശദീദാകൈ എണ്ടപ്പെട്ട് നിഅമത്തെ ഇഷ്ടപ്പെട്ട് മനം പോലെ കിട്ടപ്പെട്ട് ഷഹീദാകൈ മുത്തൗഫിൻ അഖുവായെ മതദീരർ മുഅവ്വിദും. മുഅവ്വിദ് എന്നാണ് അവരുടെ പേര്. എന്ത് പറഞ്ഞ സഹാബിന്റെ പേര്? മുഅവ്വിദ്. അതേ തത്തി ചോരർ ഖുറൈശോരിൽ മുന്നിട്ടേറെ പൊരുതീടൈ പിന്നിട്ടേറെ കുഫറുകളും നിന്നിട്ടേനും ബരൈ പോരിൽ ചുത്തം ചൊന്നേ മുഅവ്വിദിൻ കത്തം ചത്തം സുഗങ്ങളും മത്തും ബന്നം കുളൽഹൂറിൽ സൂത്രമാം കൊതി മാത്രമോലവർ കാത്രമിൽ ഷഹീദായി. അവരെ ഷഹീദായ ഭാഗം ലാസ്റ്റിൽ പറയുന്നുണ്ട്. ആര് ഷഹീദായ ഭാഗം? ഇപ്പൊ പറഞ്ഞ സ്വഹാബി ആര്? മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. ആ മുഅവ്വിദ് എന്നോട് അങ്ങനെ ചാടിയാണ്. അതാ മുഅവ്വിദ് എന്നവരെ സഹോദരൻ ഔഫ് എന്നവരുണ്ട്, ജ്യേഷ്ഠനും അനുജനുണ്ട്. അവരങ്ങട്ട് ചാടി. പിന്നെ മൂന്നാമത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവരങ്ങട്ട് ചാടി. മൂന്നാള് ചാടുകയാണ്. മുഅവ്വിദ് ഇബ്നു ഹാരിസും അഖിയാം ഔഫും അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഒരുമി തവർകളൊപ്പരം ദുയമ സഫിഡ ക്ഷണം വെളിപ്പെടലായി. അതിൽ 2 ബദറിൽ ഷഹീദായവരാണ്. ആര്? ജ്യേഷ്ഠനും അനുജനും. ആരാ ജ്യേഷ്ഠനും അനുജനും? മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. അവരാ അനുജൻ ഔഫ് റളിയല്ലാഹു അൻഹു. 2 ബദറിൽ ഷഹീദായ ശുഹദാക്കളാണ്. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. അവരെവിടെ ഷഹീദായത്? ബദറിലാണോ? അല്ല. പിന്നെ എവിടെ ഷഹീദായത്?
അവര് മുഅ്തത്തിന്റെ പടക്കളത്തിൽ ഷഹീദായ വലിയ മഹാനാണ്. ചൊല്ലിക്കോ ഫനസ് അല്ലാഹ ഖൽഖൽ അനാമി ബിഹിം. അള്ളാഹിനോട് നമ്മൾ ദുആരിക്കാണ് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്, ആ മഹാന്മാരെ കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്, ഞമ്മക്ക് വല്ല സിഹറും ഉണ്ടെങ്കിൽ ബാത്തിലാകാൻ വേണ്ടിയിട്ട്. അതൊന്നും അറിയുന്നവര് ചൊല്ലിക്കോ ഫനസ്അലുല്ലാഹ ഖൽഖൽ അനാമി ബിഹിം വസ്സയ്യിദിൽ മുസ്തഫ അൻ യഖ്ദിയൽ വതറാ വഅൻ യുനജ്ജിയ മിൻ കുല്ലിൽ ബലാ വമിനൽ ആഫാത്തി ഫി ദീനി വദുനിയാ വമിൻ സഖറാ. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി. നമ്മളെ മൗലായക്കൊക്കെ കാര്യമായ മാറ്റം വരുത്തണം. നമ്മൾ എന്തോ ഒരു ജാതി ഏലക്ക മൗലായാണ് നമ്മൾ ചെല്ലുന്നത്. എന്താ നമ്മൾ ചെല്ലിയത്? മൗലായ സ്വല്ലി വസേ, അങ്ങനെ നമ്മൾ ചെല്ലിയത്. അങ്ങനല്ല, അത് തെറ്റാ. അസേ എന്ന് പറഞ്ഞ സേ ആയിട്ട് പോകും. മൗലായ എന്റെ രക്ഷിതാവായ റബ്ബേ, സ്വല്ലി സ്വലാത്ത് ചെയ്യണേ റബ്ബേ, വസല്ലിം, അങ്ങനെയാണല്ലോ അത് അല്ലേ? വസല്ലിം, പടച്ചോനെ നീ സലാം ചെയ്യണേ റബ്ബേ അലാ ഹബീബിക. അപ്പൊ എങ്ങനെ ആചാര്യ? ഞാൻ ഇപ്പൊ നിങ്ങൾ ചെല്ലണ്ട, ഇപ്പൊ കേട്ടാ മതി. മൗലായ സ്വല്ലി വസല്ലിം, അവിടെ ഫുൾ സ്റ്റോപ്പ്. എങ്ങനെ? ഇപ്പൊ നിങ്ങൾ ചെല്ലണ്ട. എങ്ങനെ? മൗലായ സ്വല്ലി വസല്ലിം. അങ്ങനെ വലിയ രീതി കിട്ടൂലേ? കിട്ടാതെ അങ്ങനെ എല്ലോക്കല്ലേ, ഒന്ന് എല്ലോക്കല്ലേ? ഞങ്ങൾ സേന്ന് പറയാൻ പാടില്ല കേട്ടോ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. റിപ്പീറ്റ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി. റസാഖ് ഉസ്താദ് ഞാൻ അങ്ങനെ പാടിയാൽ മതി. ഇനി മേലാൾക്ക് പാടുമ്പോൾ നിങ്ങൾ ബഹറിൽ പാടിയാലും വേണ്ടിയില്ല, കരയിൽ പാടിയാലും വേണ്ടിയില്ല, ജൗവിൽ പാടിയാലും വേണ്ടിയില്ല. മൂപ്പര് ബഹറിന്റെ വക്കത്ത് താമസിക്കുന്ന ആളാണ്. 4 മാസമായിട്ട് നല്ല മീനില്ലാഞ്ഞിട്ട് അവിടെല്ല മോമിനിയങ്ങൾ വല്ലാത്ത സങ്കടത്തിലാണ്. പടച്ചോനെ റമദാൻ മാസം കഴിയാൻ പോവാണ്, ഇനിയെങ്കിലും ഒരു ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവിടെ പീടികയിൽ കച്ചവടം നടക്കണമെങ്കിൽ, മൊയ്ലിയന്മാർക്ക് എന്തെങ്കിലും 10 റുപ്യ കിട്ടണമെങ്കിൽ, ഈ മൊയ്ലിയന്മാരല്ലാത്തവർക്ക് എന്തെങ്കിലും ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടം കിട്ടണമെങ്കിൽ, പലചരക്ക് കടയിൽ കച്ചവടം കിട്ടണമെങ്കിലൊക്കെ എന്ത് വേണമെന്നറിയോ നിങ്ങൾ? കടപ്പുറത്ത് മീൻ വേണം. അല്ലാഹു തആല നല്ല ബറക്കത്തുള്ള മീൻ കൊടുക്കണേ അല്ലാ. കടലിലും കരയിലും ഖൈർ ബറക്കത്ത് നിറച്ചു തരണേ അല്ലാ. ഞങ്ങൾ പാപികൾ ദോഷം ചെയ്തതുകൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ അല്ലാ. നിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് റഹ്മത്തും ബറക്കത്തും നിറച്ചു തരുന്ന മാസല്ലേ ഈ മാസം. കടപ്പുറത്തുള്ളവർക്കും എല്ലാവർക്കും നല്ല ബറക്കത്ത് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതേമാതിരി ചിലരുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹു മുഹമ്മദു ഹു മുഹമ്മദ് ഹു മുഹമ്മദ് മുഹമ്മദ്. അങ്ങനല്ല ചങ്ങായി. ഇതെങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മാഷ ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ചെലവ് ലാ ഇലാഹ ഇല്ലല്ലാഹു ഹു മുഹമ്മദു. മനസ്സിനെ പേടിപ്പിച്ച നമ്മുടെ ഒരു ഹു ആയിട്ട് വന്നിട്ടുണ്ട്. എന്ത് ഹു? അതിന്റെ അർത്ഥം എവിടുത്തെ ഹു ആണത്? ആ ലമീർ കൊടുക്കാൻ മടങ്ങല് അങ്ങനെ ലമീറുണ്ടോ? അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല മട്ടത്തിൽ ചെല്ലുക. കേൾക്കാൻ എന്ത് രസം ഉണ്ടാവും അല്ലേ? നമ്മളൊരു മട്ടത്തിൽ ഫാത്തിഹ ഓതി നോക്കാണ് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ചിലവരെങ്ങനെ ഓതല് സിറാത്തല്ലദീന അൻഅംത അലൈഹിം അങ്ങനെ ഓതി നിൽക്കാറ് ശരിയാവില്ല. ഒരുവിധ ആളൊക്കെ എങ്ങനെ ഉസ്താദ് ചൊല്ലുക സിറാത്തല്ലദീന അൻഅംത, തെറ്റാണത്. സിറാത്തല്ലദീന അൻഅംത നല്ല അക്ഷരം ശരിക്കൊണ്ട് വരണം. അപ്പൊ അതേമാതിരി ഈ മൂന്ന് സ്വഹാബികളെ പേര് പറയുമ്പോൾ റളിയല്ലാഹു ചൊല്ലണം. ഒന്നാമത്തെ സ്വഹാബി ആരാണ്? മുഅവ്വിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് ആരാണ്? അവരെ അനുജൻ ഔഫ്. മൂന്നാമത് ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. രണ്ടാള് ബദറിൽ ഷഹീദായവരാണ്. മൂന്നാമൻ അബ്ദുല്ലാഹി ഇബ്നു റവാഹ വലിയ കവിയാണ്, മൂത്തത്തിൽ ഷഹീദായവരാണ്. അവര് വന്നപ്പോ ശത്രുക്കള് പറയാ, നിങ്ങൾ ആരാ? യഥരിബുകാരാണല്ലേ, നിങ്ങൾ മക്കക്കാരല്ല. എന്നാ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ബരികൊള്ളവേ ഉങ്ങളുടൽ ഉയർകൾ കൊണ്ടും വരാതെ ഇപ്പോൾ വേഗം മടങ്ങിക്കൊള്ളുവീൻ. നമ്മതിൽ വളർതരത്തിനൊരു വിധത്തിലും കുഫുവതോ തിടനീർ നിറന്തേ മക്കം തന്നെയും നെമൈ കൂട്ടരാം മുന്നേ നബിയണ്ടൂറ്റേ അഹ്മദ് അവന്റെ ഒപ്പം ഈമാൻ നിലകുറത്തതലവിടബേത്തിട പുരികടത്തിടലായി. ബരി കൊള്ളവേ ഉങ്ങളുടെ ഉടൽ ഉയർകൾ കൊണ്ടും വരാതെ ഇപ്പോൾ വേഗം മടങ്ങിക്കൊള്ളുവീൻ. നിങ്ങൾ വെറുതെ തടി കേടാക്കണ്ട. നിങ്ങൾ യഥരിബുകാരാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളെ നാട്ടുകാരാണ്. അബൂജഹൽ പറയാ ഞങ്ങളെ നാട്ടുകാര് മക്കക്കാരായ ആൾക്കാര്, ഞങ്ങളെ ഉടപ്പറപ്പുകൾ, ഞങ്ങളെ ചോരബന്ധമുള്ളവർ. അബൂജഹലിന്റെ കിബറിന്റെ അങ്ങേ തലയാണ്. അബൂജഹൽ പറയാ, കേളൂ നീ സുദൈ വേണ്ടുക മനം ബൈതവനെങ്കിൽ ക്ഷണം കേമിത്തഖിരിജിലൈന ഇപ്പോൾ പൊരുതുവതുക്കിരണം ബാളും ഉമ്മുൽ ഖുറാവിന്ന് ബന്ധവ. അല്ലാഹ് ഉസ്താദിന്റെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. ആ ഉസ്താദിന് ഇങ്ങനെ കിഡ്നിക്ക് ചെറിയ തകരാറുണ്ടല്ലേ, ഒക്കെ ചെറിയ കുഴപ്പമുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാഹു അതിങ്ങനെ ഓരോ ദിവസം ഷിഫയാക്കി കാമിലായി ആജിലായി ഷിഫയാക്കണേ അല്ലാഹ്. ഞാൻ അന്നാൾ ഒരു സ്ഥലത്ത്, മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ചെന്ന് വെള്ളം എനിക്ക് ചോദിച്ച സമയത്ത് ഞാൻ ഗ്ലാസ്സൊക്കെ ഉണ്ട് ചോദിച്ചതാണ്. ഫ്ലാസ്ക് ചോദിച്ചപ്പോൾ എൻ്റെ റമദാൻ മാസം വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് കൈമക്കാണ്ട് ആയിട്ട് ഒന്നായിട്ട് പൊള്ളി. വർഷവും കാത്ത് പടച്ച റബ്ബ് കാത്ത് അതെങ്ങനെ തൊള്ളി കഴിക്കണമെങ്കിൽ ഒന്നും ഭയന്ന് പറയാൻ പറ്റൂല. റബ്ബിൻ്റെ കാവൽ എങ്ങനെയെന്ന് അറിയാൻ പറ്റൂല. റമദാൻ 15 ആയപ്പോൾ ആ തോരി പോയി, വേറെ തോരി വന്ന് അൽഹംദുലില്ലാ അതും സുഖമായി, പ്രശ്നമൊന്നുമില്ല. അപ്പം കുറച്ച് പൊള്ളി വേദന ആയിരുന്നു മാത്രം. അതാ ഞാൻ പറഞ്ഞത് നല്ല വെള്ളം എന്ന് പറയാൻ കാരണം. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടാവും. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കിഡ്നിക്ക് വർക്കിംഗ് വേണം. അല്ലാഹു തആല ആ തിളച്ച വെള്ളം തന്ന പെണ്ണിനും ഇനിയൊരു മനുഷ്യനിക്കും അങ്ങനത്തെ വെള്ളം കൊടുക്കാതെ നല്ല വെള്ളം കൊടുക്കാനുള്ള ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്. തൊള്ള പൊള്ളിയില്ല. അത് ഇവിടെ നല്ല മട്ടുള്ള ചൂടിന് ചൂടുണ്ട്, തണുപ്പിന് തണുപ്പുണ്ട്. അല്ലാഹു തആല ഖൈറായതൊക്കെ നമുക്ക് നൽകണേ അല്ലാഹ്. 3 സ്വഹാബികൾ ഇങ്ങോട്ട് വന്നപ്പോ അബൂജഹൽ പറയാൻ, ബാളും മഅക്ക ഉമ്മുൽ ഖുറാവ് എന്ന് ബന്ധവരാകിടണം. മുഹമ്മദേ, ബാളും മഅക്ക എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ഉമ്മുൽ ഖുറാവ് എന്ന് ബന്ധവരാകണം. ഉമ്മുൽ ഖുറാവ് എന്ന് മക്കത്തുനിന്ന് വന്ന ആൾക്കാരില്ലേ, അവരെവിടെ എന്ന് പറഞ്ഞപ്പോഴാണ് മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം. 3 മുഹാജിരീങ്ങൾ മക്കക്കാർ. ആരൊക്കെ? മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാം.
3 മുഹാജിരീങ്ങൾ ചാടി. ആരാ ചാടിയത്? ഒന്ന് സയ്യിദുന ഉബൈദത്ത് റളിയല്ലാഹു തആല, ഉബൈദത്ത് ഇബ്നു ഹാരിസ് ഇബ്നു മുത്തലിബ്. നേരത്തെ പറഞ്ഞ അബ്ദുമനാഫിന്റെ മോനായ മുത്തലിബ് എന്നവരെ മോനായ ഹാരിസ് എന്നവരെ മോനായ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിന്റെ ഒരു കാക്കയാണ്, ഒരു മൂത്താപ്പാട മോനെ, നേരല്ല ഒരു വകയിൽ, ഒരു വല്ലിപ്പ വകയിൽ മൂത്താപ്പാട മോനാണ് ആര്? സയ്യിദുന ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. അവരങ്ങട്ട് ചാടി. പിന്നാര മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറ. ഹംസ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അളാപ്പ. ആ മറ്റേ ശൈത്താനെ യമപുരിയിലേക്ക് അയച്ചു. ഓനോട് മണിക്കൂറുകളോളം യുദ്ധം ചെയ്ത് ഒരു റെസ്റ്റ് എടുക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഏത് ശൈത്താനെ? അതെ, അസ്വദിനെ. അസ്വദ് ചില്ലറക്കാരനൊന്നുമല്ല. അസ്വദ് പറഞ്ഞൊക്കെ റെഡിയാ. ഓൻ ആരോട്, അസ്വദ് ആരോട് യുദ്ധം ചെയ്യാൻ നിന്നാലും ശത്രു തോൽക്കലാണ് പതിവ്. പക്ഷേ ബദറിന്റെ പടക്കളത്തിൽ ഹംസത്തുൽ കറാറിന്റെ മുമ്പിൽ മാത്രമാണ് അസ്വദിന്റെ ശത്രുവായിരിക്കുന്ന ഹംസത്തുൽ കറാർ തങ്ങൾ ജയിച്ചത്. അതെന്തുകൊണ്ടാ? അത് അസ്വദിനേക്കാളും വലിയ കളരി അഭ്യാസം ഹംസത്തുൽ തോൽക്ക് ഉണ്ടായിട്ടാ? അല്ല. അസ്വദിനെ അറിയാത്ത ഒരു കളരിയൊന്നും ആരെ കയ്യിലില്ല, ഹംസത്തുൽ കറാർ തങ്ങളെ കയ്യിലില്ല. അങ്ങനൊന്നും പറഞ്ഞുകൊണ്ട് കഥക്ക് ഇങ്ങനെ കൊഴുപ്പയാകേണ്ട ആവശ്യമില്ല. പിന്നെ അസ്വദിന്റെ കയ്യിലില്ലാത്തൊരു സംഗതി ഹംസത്തുൽ കറാർ തങ്ങളെ കയ്യിലുണ്ട്. അതെന്താണ്? അതെ, അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് അല്ല കൊടുക്കണ കറാമത്താണ്. ഹംസത്തുൽ കറാർ തങ്ങൾ അള്ളാന്റെ വലിയ, അല്ലെങ്കിൽ പടച്ചറബിന് വലിയില്ല, ഔലിയാക്കൾ എന്ന് പറഞ്ഞൊരു കൂട്ടരില്ല. സുഹൃത്തുക്കളെ, ആ ഹംസ റളിയല്ലാഹു അൻഹു മണിക്കൂറുകളോളം അസ്വദിനോട് പടപൊരുതി. അവസാനം അസ്വദിനെ യമപുരിയിലേക്ക് അയച്ച്. അപ്പോഴാണ് രണ്ടാമത് 3 ശൈത്താന്മാര് വന്നത്. ആരൊക്കെ 3 ശൈത്താന്മാര്? ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി, ഉത്ബത്തിന്റെ മകൻ വലീദ് ലഅനത്തുല്ലാഹി അലൈഹി, ഉത്ബത്തിന്റെ അനുജൻ ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോഴാണ് 3 സഹാബികൾ മദീനക്കാര് ചാടിയത്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന്. അപ്പോഴാണ് മക്കക്കാരായ 3 സഹാബികൾ. ആരൊക്കെയാ? ഒന്ന് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, പിന്നെ ആര്? ഹൈദർ. ഹൈദർ പറഞ്ഞാല് അതാരാ? അനല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറ. എൻ്റെ അമ്മ എനിക്ക് പേരിട്ടത് ഹൈദർ എന്നാണ്, ഈറ്റപ്പുലി എന്നാണ്. അതിന് ഉമ്മയെ പേരിടൽ സാധാരണ ഉമ്മയെ പേരിടൽ ആണോ? അല്ലേ? ആണോ? അല്ലേ? പഴയ കാലത്തൊക്കെ ഉമ്മയാണ് ബാപ്പയാണ് കുട്ടിക്ക് പേരിടുക. ബാപ്പയാണ് പേരിടുക. അതേ കൊന്നിട്ട് പറയും, എന്തേം കൊന്ന് പറയും, അല്ലെങ്കിൽ ബാപ്പമ്മാന്നെങ്കിലും പറയും. രണ്ടും പെട്ട്. അല്ലെങ്കിൽ നമ്മളെ മുഹമ്മദ് ഹാജി പറഞ്ഞാൽ ബാപ്പാന്ന് പറയും, ബാപ്പയാണ് പേരിട. എന്നാ പിന്നെന്താ ഉമ്മ പേരിട്ട്? അതായത് അബൂതാലിബിന്റെ മോനാണ് ആര്? അലിയാർ തങ്ങൾ. ഈ അബൂതാലിബിന്റെ ഭാര്യയായ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയ ഉമ്മയായ ഫാത്തിമ ബിൻത്ത് അസദി എന്നവരെ അലി എന്ന കുട്ടിയെ പെറ്റപ്പോ അന്ന് ബാപ്പ കച്ചവടത്തിന് പോയതാ. അബൂതാലിബ് വലിയ കച്ചവടക്കാരനാ. മൂപ്പര് ഷാമിൽക്കോ യമനിക്കോ ഏതോ നാട്ടിക്ക് പോയതാ. അപ്പൊ പെറ്റപ്പ തൽക്കാലം ഒരു പേര് വിളിച്ചതാ. എന്ത്? ഹൈദർ. മനസ്സിലായോ? പിന്നെ വാപ്പ വന്നിട്ട് പിന്നെ പേര് വാപ്പ പേരാണെന്ത്? അലി. അപ്പൊ രണ്ടുപേരും കൂടി കൂട്ടിയിട്ട് പിന്നെ അലി ഹൈദർ എന്ന് അറിയപ്പെടുക. അർശിലെ പുലിയെ അബു താലിബിൻ തൻകനിയേ, അബു താലിബിൻ തൻകനിയേ. സൗത്ത് വയനാട് കുഞ്ഞു മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ കെട്ടിയ പാട്ടാണത്. ഏത്? അർശിലെ പുലിയെ. ബാവപ്പടി എന്ന് പറഞ്ഞ നാട്ടിലാണ്. ആ നാട്ടിന്റെ അടുത്ത് ഞാനും ഇയാളും കൂടി മുമ്പ് അയാളെ പാട്ട് കേൾക്കാൻ പോയത് എനിക്കിപ്പോ ചെറുപ്പത്തിൽ ഓർമ്മ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. എന്താ സ്ഥലത്തിന്റെ പേര്? സ്ഥലത്തിന്റെ പേര് ചേറൂരാൽ. ബാവപ്പടിന്റെ അടുത്ത്, കുഞ്ഞാപ്പടിന്റെ ഇപ്പുറത്ത്, കുഞ്ഞോമ്പടിന്റെ അപ്പുറത്ത് അല്ല, ആ നാടിന്റെ പേരാണ് ചേറൂരാൽ. അവിടെ നമ്മൾ രണ്ടാമത് പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ അല്ലേ. അന്ന് മൂപ്പര് പാടിയ പാട്ടാണത്. ബദർ യുദ്ധത്തിൽ ശത്രുക്കളോട് എതിർത്ത് ബട ബമ്പറി 14 തകർത്ത്. ബദർ യുദ്ധത്തിൽ ശത്രുക്കളോട് എതിർത്ത് ബട ബമ്പറി 14
നാലാളെ തകർത്ത് ബദർ യുദ്ധക്കളം നിറച്ചു മഹാവമ്പരെയും തുലച്ചു അഹദവൻഡൊലിയെ അർശിലെ പുലിയെ അബു താലിബിൻ തൻകനിയെ അബു താലിബിൻ തൻകനിയെ ഖൈബറിൻ മുറഹിബ് ചീറി വന്നു കൺമണിയെ വധിക്കുവാൻ ആയി നിന്നു ഖൈബറിൻ മുറഹിബ് ചീറി വന്നു കൺമണിയെ വധിക്കുവാനായി നിന്നു ക്യാപ്റ്റനാം അലിയാരും ചെന്നു കണ്ടനാം ശിരസ്സും അരിഞ്ഞു സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അലി എന്നുള്ള പേര് ബാപ്പട്ട പേരാണ് ഹൈദർ എന്നുള്ള പേര് ആരിട്ടതാണ് ഉമ്മട്ട പേരാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ മൂന്നാളും വന്നു ഒന്ന് സയ്യിദുന ഉബൈദത്ത് റളിയല്ലാഹു അൻഹു രണ്ട് സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു മൂന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു മൂന്ന് സ്വഹാബത്തും വന്നിട്ട് മൂന്ന് ശത്രുക്കൾക്കും നേരെ NOC കൊടുത്തിട്ടാണ്ട് ചവിട്ടിക്കയറ്റം നേരാണ്ട് പറഞ്ഞയച്ചു എവിടേക്ക് ഖബറൈനിക്ക് ബഹറൈനിക്കല്ല മൂന്ന് ശത്രുക്കൾ ചവിട്ടിക്കയറ്റം എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് മനസ്സിലാവും പുതിയ പ്രവാസിയൊക്കെ മനസ്സിലാവില്ല പഴയ കാലത്ത് അല്ലേ പഴയ കാലത്ത് ചവിട്ടിക്കയറ്റം പൈസ കൊടുത്തിട്ട് ചവിട്ടിക്കയറ്റം പൈസ കൊടുത്തുകൊണ്ടാ ചവിട്ടിക്കയറ്റം നേരെ ഗൾഫിക്ക് വേണ്ടെത്തും അങ്ങനെ നേരെ ചവിട്ടിക്കയറ്റം മൂന്ന് ശത്രുക്കൾക്കും എവിടേക്ക് ജന്നത്തിലേക്കല്ല എവിടേക്ക് നാറിലേക്ക് നരകത്തിലേക്ക് മൂന്നാളും നരകത്തിലെത്തി അപ്പലാണ് ഒരു ചങ്ങായി ഒരു ചെറുപ്പക്കാരൻ ബന്ധാറങ്കിരി ബരി നടുപ്പോർ കടത്തിൽ കോട കളിത്ത് ബാറിലെ ചൊടിയുടെ കടുവൈ പരിശോരു പുരുഷരതാം ചിന്താര പുകളുടയ അതി കവർക്കുൾ മകബോർ അനത്തിൽ മുതിയോർ ജഹത്താ ചമർദോയിൽ അധികമേ തടവിന് ബില്ലമുടയോ കണ്ടാല് ചുടർ ഇസ്ലാമിൽ കടക്കും മുന്നം അവർക്ക് അബ്ദുൽ കഅബത്തൻ സകലോർ കളവിള്ളി ബദർ പടനാൾ ബന്ധാറങ്കിരി ബരി നടു പോർക്കളത്തിൽ കോടാ കളിത്ത് ബാറിലെ കോട എന്ന് പറഞ്ഞ കുതിര എങ്ങനെ അഭ്യാസ കളികൾ കളിപ്പിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു ബാല്യക്കാരൻ ഒരു യങ് മാൻ ഒരു ഷബാബ് നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുന്ന ചെറുപ്പക്കാരൻ ബഹുകേമ ചൊടിയുടെ കടുവൈ പരിശൊരു പുരുഷരതാം അവന്റെ മുഖം അയാളെ മുഖം എങ്ങനെയുണ്ട് എന്നറിയോ കടുവൈ പരിശ് കടുവ പോലുണ്ട് ഒരു കടുവ പോലുള്ള മുഖമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ആരാണ് ആ ചെറുപ്പക്കാരൻ ഓന്റെ പ്രൊഫൈലാ പറയണത് ചിന്താരപ്പുകളുടയ അതീഖ് അവർക്കുൽ മകവോരനത്തിൽ മതിയോർ അതീഖ് എന്നവരെ മോനാണവര് അതീഖുല്ലാടെ മോനാണത് അതീഖുർ റഹ്മാൻ അതീഖുല്ലാഹ് എന്ന സ്ഥാനപ്പേരുള്ള അള്ളാഹുവിനോട് റസൂലിനോട് വളരെ അടുത്ത ഒരു സ്വഹാബിയുണ്ട് ആ സ്വഹാബിന്റെ സ്ഥാനപ്പേരെന്താണ് അതീഖുർ റഹ്മാൻ അതീഖുല്ലാഹ് എന്നൊക്കെയാണ് സ്ഥാനപ്പേര് ചിന്താരപ്പുകളുടയ അതീഖ് അവർക്കുൽ മകവോരനത്തിൽ മുതിയോർ ജഹത്താ ചബർത്തോയിൽ അധികമേ തടവിന് ബില്ലം ഉടയോർ അതീഖുല്ലാഹ് എന്ന സ്വഹാബിയുടെ മോനാണ് ആരാണ് അതീഖുല്ലാഹ്